ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഉയർന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ദേവസ്വം ബോർഡ്. അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിന്റെ പരിപാടി തന്നെയെന്ന് വിശദീകരിക്കും. അയ്യപ്പ സംഗമം നിക്ഷേപ സമാഹരണത്തിന് വേണ്ടിയല്ല എന്നും ബോർഡ് വിശദീകരിക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ആർ ശ്രീജിത്തുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, വിമർശനങ്ങൾക്കുള്ള മറുപടി എന്താണ് ബോർഡിന്റേത്? ഉന്മേഷ്, സെപ്റ്റംബർ 20-നാണ് പമ്പയിൽ വെച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് തീരുമാനിച്ചത്. ദേവസ്വം മന്ത്രി VN വാസവനാണ് അത് പ്രഖ്യാപിച്ചത്. എന്നാൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളുമായി വിശ്വഹിന്ദു പരിഷത്തും സംഘപരിവാർ സംഘടനകളും രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, ഇത് ധനസമാഹരണത്തിലുള്ള ഒരു പരിപാടിയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നു. ഇത്തരം ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ദേവസ്വം ബോർഡിൻ്റെ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായി ഇന്നും നാളെയുമായി ദേവസ്വം മന്ത്രി VN വാസവനുമായി ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും ഇത് കൃത്യമായ ബോർഡിൻ്റെ മറുപടി ഉണ്ടാവുക. എന്തായാലും ഇത് നിക്ഷേപ പരിപാടിയല്ല, മറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായിട്ട് 75 വർഷമായി. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ആഗോള നിക്ഷേപ സംഗമം. അത് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാന ക്ഷേത്രം ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് അയ്യപ്പ സംഘം സംഘടിപ്പിക്കുന്നത്. അയ്യപ്പ ഭക്തർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു അവസരം എന്ന നിലയ്ക്കാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും മറിച്ച് നിക്ഷേപ സമാഹരണം ബോർഡിൻ്റെ ലക്ഷ്യമല്ല എന്നുമാണ് വിശദീകരിക്കുന്നത്. സർക്കാരിനെ കൂടി സഹകരിപ്പിക്കുന്നത് ബോർഡ് അഭ്യർത്ഥിച്ചിട്ടാണ്. ആഗോളതലത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ സർക്കാരിൻ്റെ സഹായം അനിവാര്യമാണ്. അതുകൊണ്ടാണ് സർക്കാരിനെ കൂടി ഈ പരിപാടിയുമായി സഹകരിപ്പിക്കുന്നതെന്നായിരിക്കും ബോർഡ് നാളെ വിശദീകരിക്കാൻ പോകുന്നത്. ശരി, ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.